സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഇന്ന് 65-ാമത്തെ ശ്ലോകമാണ്. സുബ്രഹ്മണ്യൻ, ദേവേന്ദ്രൻ, വിഷ്ണു ഭഗവാൻ തുടങ്ങിയ ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന ദേവീപ്രസാദത്തിന്റെ മാഹാത്മ്യം വർണ്ണിക്കുകയാണ് ആചാര്യസ്വാമികൾ. ദേവിയുടെ പ്രസാദം ദേവതമാർ ആഗ്രഹിക്കുന്നു. അപ്പൊ ദേവിയുടെ മഹത്വം ഇതിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. രണേ ജിത്വാ ദൈത്യാൻ അപഹൃത ശിരസ്ത്രൈഃ കവചിഭിഃ നിവൃത്തൈശ്ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഃ വിശാഖേന്ദ്രോപേന്ദ്രൈഃ ശശി വിശദ കർപ്പൂരശകലാഃ വിലീയന്തെ മാതഃ തവ വദന താംബൂലകബളാഃ. രണേ ജിത്വാ ദൈത്യാൻ അപഹൃത ശിരസ്ത്രൈഃ കവചിഭിഃ നിവൃത്തൈശ്ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഃ വിശാഖേന്ദ്രോപേന്ദ്രൈഃ ശശി വിശദ കർപ്പൂരശകലാഃ വിലീയന്തെ മാതഃ തവ വദന താംബൂലകബലാഃ. താംബൂലകവലാഃ, താംബൂലകബലാഃ വഭയോരഭേദ, രണ്ടും ഏതു വേണമെങ്കിലും നമുക്ക് പറയാവുന്നതാണ്. നിവൃത്തൈഃ ചണ്ഡാംശ, നിവൃത്തൈശ്ചണ്ഡാംശ. അന്യോ നോക്കണു. ഹേ മാതാ, രണേ ദൈത്യാൻ ജിത്വാ അപഹൃത ശിരസ്ത്രൈഃ കവചിഭിഃ നിവൃത്തൈഃ ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഃ വിശാഖേന്ദ്രോപേന്ദ്രൈഃ ശശി വിശദ കർപ്പൂരശകലാഃ തവ വദനതാംബൂലകബലാഃ വിലീയന്തെ. ഹേ മാതാ, രണേ ദൈത്യാൻ, രണേ ദൈത്യാൻ ജിത്വാ, ജിത്വാ അപഹൃത ശിരസ്ത്രൈഃ, അപഹൃത ശിരസ്ത്രൈഃ. രണേ ദൈത്യാൻ ജിത്വാ അപഹൃത ശിരസ്ത്രൈഃ കവചിഭിഃ, കവചിഭിഃ. അപഹൃത ശിരസ്ത്രൈഃ കവചിഭിഃ നിവൃത്തൈഃ, നിവൃത്തൈഃ ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഃ, ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഃ വിശാഖേന്ദ്രോപേന്ദ്രൈഃ, വിശാഖേന്ദ്രോപേന്ദ്രൈഃ ശശി വിശദ കർപ്പൂരശകലാഃ. നിവൃത്തൈഃ ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഃ വിശാഖേന്ദ്രോപേന്ദ്രൈഃ ശശി വിശദ കർപ്പൂരശകലാഃ, ശശി വിശദ കർപ്പൂരശകലാഃ തവ വദന താംബൂലകബളാഃ, തവ വദന താംബൂലകബളാഃ വിലീയന്തെ. ശശി വിശദ കർപ്പൂരശകലാഃ തവ വദന താംബൂലകബളാഃ വിലീയന്തെ. ഹേ മാതാ, രണേ ദൈത്യാൻ ജിത്വാ അപഹൃത ശിരസ്ത്രൈഃ കവചിഭിഃ നിവൃത്തൈഃ ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഃ വിശാഖേന്ദ്രോപേന്ദ്രൈഃ ശശി വിശദ കർപ്പൂരശകലാഃ തവ വദന താംബൂലകബളാഃ വിലീയന്തെ. കബളാഹ രണ്ട് തരത്തിലാണ് എഴുതാം. കവലാഹ, കവലാഹ, കബളാഹ. കബലാഹ, കബലാഹ ലളയോരഭേദ, വഭയോരഭേദ. വ വ്യത്യാസമില്ല, ല ള വ്യത്യാസമില്ല. വിലീയന്തേ. ഹേ മാതാ, അല്ലയോ അമ്മേ തിരുവടി, രണേ ദൈത്യാൻ ജിത്വ യുദ്ധത്തിൽ അസുരന്മാരെ ജയിച്ചിട്ട് അപഹൃത ശിരസ്ത്രൈഹി അഴിച്ചുവയ്ക്കപ്പെട്ട തലപ്പാവുകളോടുകൂടിയവരായിട്ട്, തലപ്പാവുകൾ അഴിച്ചു വച്ചവരായിട്ട് കവചിഭിഹി നിവൃത്തൈഹി കവചങ്ങൾ ധരിച്ചവരായിട്ട്
നിവൃത്തൈഹി തിരിച്ചു വന്ന ചണ്ടാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഹി ചണ്ടൻ എന്ന പാർഷദൻ, ദ്വാരപാലകൻ, രക്ഷകൻ, സെക്യൂരിറ്റിയാണ് ശിവന്റെ. ആ ചണ്ടന്റെ അവകാശമായ നിർമാല്യ വിമുഖൈഹി നിർമാല്യത്തിൽ വിമുഖന്മാരായ വിശാഖേന്ദ്രോപേന്ദ്രൈഹി സുബ്രഹ്മണ്യൻ, ഇന്ദ്രൻ, വിഷ്ണു എന്നിവരാൽ ശശി വിശദ കർപ്പൂര ശകലാഹ ചന്ദ്രനെ പോലെ നിർമ്മലമായ കർപ്പൂര ശകലങ്ങളോടുകൂടിയ തവ പതനതാംബൂല കപളാഹ നിൻ തിരുവടിയുടെ അമ്മയുടെ വായിൽ നിന്നും ലഭിക്കുന്ന താംബൂല കപലങ്ങളെ വിലീയന്തേ ലയിക്കപ്പെടുന്നു, മുഴുവനും അലിയുന്നതുവരെ ചവച്ചു തിന്നുന്നു. ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഈ ദേവതമാര് 3 പേര് വരികയാണ്. പ്രധാനമായും 3 പേര്, അവിടെ കൂടെ വേറെ പലരും ഉണ്ടാവാം. അത് ആരൊക്കെയാണ്? ഒന്ന് ഉപേന്ദ്രൻ, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, വിഷ്ണു ഭഗവാൻ, സുബ്രഹ്മണ്യൻ, ദേവേന്ദ്രൻ, വിശാഖൻ, സുബ്രഹ്മണ്യൻ. വിശാഖൻ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് സുബ്രഹ്മണ്യന് വിശാഖൻ എന്ന് പേര്. ഇന്ദ്രൻ, ഉപേന്ദ്രൻ, ഇന്ദ്രന്റെ അന്യനായിട്ട് ജനിച്ചതുകൊണ്ട് വിഷ്ണുവിന് ഉപേന്ദ്രൻ എന്ന് പേര്. വിശാഖൻ, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, ഈ 3 പേരാണ് യുദ്ധം കഴിഞ്ഞു വരുന്നത്. താരകാസുരനെ കൊന്നതിന് ശേഷമാണ് ഇവർ വരുന്നത്. ഇങ്ങനെ വന്നതിന് ശേഷം വേഗം തന്നെ അപഹൃത ശിരസ്ത്രൈഹി തലപ്പാവുകൾ അഴിച്ചു വെച്ചു. തലപ്പാവ് എന്ന് പറയുന്നത് തലയുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ്. നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നത് പോലെയാണ് തലപ്പാവ്. യുദ്ധത്തിൽ തലയ്ക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടി അത് അഴിച്ചു വെച്ചു. എന്നാൽ കവചിഭിഹി കവചങ്ങൾ അഴിച്ചിട്ടില്ല. കവചം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ധരിക്കുന്ന, അസ്ത്രങ്ങൾ ഏൽക്കാതിരിക്കാൻ ധരിക്കുന്ന ഒരു കവചം, രക്ഷാകവചമാണത്. അത് സംരക്ഷണത്തിന് വേണ്ടിയാണ് ധരിക്കുന്നത്. അത് അഴിച്ചു വെച്ചിട്ടില്ല. തലപ്പാവുകൾ അഴിച്ചു വെച്ചു. നിവൃത്തൈഹി അങ്ങനെ തിരിച്ചു വന്ന ചണ്ടാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈഹി ഈ തിരിച്ചു വന്ന ദേവതമാർക്ക് ചണ്ടന്റെ അംശമായിരിക്കുന്ന ശിവന്റെ പ്രസാദം സ്വീകരിക്കാൻ താല്പര്യമില്ല. ശിവന് നിവേദിച്ച വസ്തുക്കൾ ചണ്ടന് മാത്രമേ അവകാശമുള്ളൂ, ചണ്ടേശ്വരൻ. അതുകൊണ്ട് ദേവതമാർക്ക് അത് കിട്ടില്ല. അപ്പൊ അതിൽ താല്പര്യമില്ലാത്തവരായിട്ട് ഇവർക്ക് വേണ്ടത് ദേവിയുടെ പ്രസാദമാണ്. ശശി വിശദ കർപ്പൂര ശകലാഹ ശശി ചന്ദ്രനെ പോലെ നിർമ്മലമായ കൽപ്പൂര ശകലങ്ങളോടുകൂടിയ നിൻ തിരുവടിയുടെ വായിൽ നിന്നും ലഭിക്കുന്ന കബളം, താമ്പൂലം. ദേവി ഇങ്ങനെ വെറ്റില മുറുക്കി ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. വെറ്റില വായിലാക്കിയിട്ട് പകുതി ചവച്ചു കഴിഞ്ഞു. ആ പകുതി ചവച്ചു കഴിഞ്ഞ ബാക്കിയുള്ള താമ്പൂല കബളങ്ങൾ ഈ 3 ദേവതമാർക്കായിട്ട് കൊടുക്കുന്നു. അങ്ങനെ ആ ദേവതമാര് അത് സ്വീകരിച്ചിട്ട് അവരത് ചവച്ച് രസിച്ചുകൊണ്ടേയിരിക്കുന്നു. വിലീയന്തേ മുഴുവനും അലിയുന്നതുവരെ ചവച്ച് തിന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു നാടകീയമായ രംഗമാണ് ആചാര്യസ്വാമികളിലൂടെ അവതരിപ്പിക്കുന്നത്. അല്ലയോ അമ്മേ, യുദ്ധത്തിൽ ദൈത്യന്മാരെ ജയിച്ച് മടങ്ങി വന്ന് ശിരോവേഷ്ടനങ്ങൾ അഴിച്ചുവെച്ച് കവചങ്ങളെ ധരിച്ചുകൊണ്ട് നിൻ തിരുവടിയെ വണങ്ങുന്നവരും ചണ്ടൻ എന്ന പാർഷദന് അവകാശപ്പെട്ട ശിവനിർമാല്യത്തിൽ വിമുഖന്മാരുമായ സ്കന്ദൻ, ദേവേന്ദ്രൻ, മഹാവിഷ്ണു എന്നിവർ ചന്ദ്രനെ പോലെ ശുദ്ധമായ കർപ്പൂര ശകലങ്ങളോടുകൂടിയ നിൻ തിരുവടിയുടെ താമ്പൂല കപളങ്ങളെ മുഴുവനും അലിയുന്നതുവരെ ചവച്ചു തിന്നുകൊണ്ടേയിരിക്കുന്നു. സ്കന്ദൻ, ഇന്ദ്രൻ, വിഷ്ണു തുടങ്ങിയവർ പോലും ആഗ്രഹിക്കുന്ന ദേവീ പ്രസാദ മാഹാത്മ്യം ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു. വിശാഖേന്ദ്രോപേന്ദ്രന്മാർ യുദ്ധത്തിൽ ദൈത്യന്മാരെ തോൽപ്പിച്ച് മടങ്ങിയെത്തുന്ന ഒരു രംഗം അതാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ ദേവന്മാര് വേഷം മാറ്റാൻ സമയമെടുക്കാതെ ശിരത്രാണങ്ങൾ മാത്രം മാറ്റി, ശിരസ്ത്രാണം, ശിരസിനെ ത്രാണനം ചെയ്യിക്കുന്ന, രക്ഷിക്കുന്ന തലപ്പാവുകൾ അഴിച്ചു മാറ്റി മുമ്പിലെത്തുന്നു. കവചം അഴിച്ചു വെക്കാൻ പോലും അവർക്ക് സമയം ഇല്ല. അപ്പൊ ഈ ജയിച്ച കാര്യം പറയുവാനും ദേവിയുടെ അനുഗ്രഹത്തിനും വേണ്ടി ഇവർ വളരെ ധൃതി കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ്. അമ്മയാണ്
ഈ താരകാസുരനെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചത്. അത് ഭംഗിയായിട്ട് ഞങ്ങൾ കൃത്യം നിറവേറ്റി വന്നിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി ആ സമയത്തൊരു പ്രോട്ടോകോൾ പോലെ ഒരു സംഭവമുണ്ട്. മേലുദ്യോഗസ്ഥനെ കാണുമ്പോൾ ചിലപ്പോൾ തൊപ്പി അഴിച്ചു മാറ്റേണ്ടി വരും. അതുപോലെ ഇവിടെ ആ ഒരു തലപ്പാവുകൾ അഴിച്ചു മാറ്റി, പക്ഷെ കവചം അഴിച്ചു വെക്കാനുള്ള സമയമായിട്ടില്ല. അതിനു മുമ്പേ ദേവിയോട് പറയണം, ദേവിയുടെ അനുഗ്രഹം മേടിക്കുകയും ചെയ്യും. ദേവിപ്രസാദ സൂചകമായി അവർക്ക് ഭുക്താവശിഷ്ടമായ താമ്പൂലകവളം നൽകി അനുഗ്രഹിക്കും. ഭുക്താവശിഷ്ടം, ദേവി ഭുജിച്ചതിന്റെ അവശിഷ്ടം, ബാക്കിയുള്ള ആ താമ്പൂലകവളം അത് കൊടുത്തിട്ട് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ചന്ദ്രനെ പോലെ ശുഭ്രങ്ങളായ കർപ്പൂര ഖണ്ഡങ്ങളോടുകൂടിയ ആ താമ്പൂല കവളങ്ങളാൽ, കവളം എന്ന് പറഞ്ഞാൽ കഷണം, ഭാഗം, താമ്പൂലത്തിന്റെ ആ കഷണങ്ങളാൽ, ഭാഗങ്ങളാൽ മുഴുവനും അലിഞ്ഞു തീരുന്നതുവരെ അവർ ചവച്ചു തിന്നുന്നു. ദേവി അമ്മയാണെങ്കിൽ ശിവൻ അവർക്ക് പിതാവുമാണ്. ലോകപിതാവായ പരമശിവന്റെ താമ്പൂല കവളത്തെ ഈ ദേവന്മാർ ആഗ്രഹിക്കുന്നില്ല. അതിന് കാരണം പരമശിവന്റെ ഭുക്തമായ ഉച്ഛിഷ്ടം ചണ്ഡൻ എന്ന പാർഷദന് മാത്രം അവകാശപ്പെട്ടതാണ്. പാർഷദൻ എന്ന് പറഞ്ഞാൽ പാർശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, പാലകൻ, രക്ഷകൻ, സെക്യൂരിറ്റി എന്നർത്ഥം. പൂജാവിധികളിൽ അന്തർഹിതമായ ഒരു സങ്കല്പം ഈ ശ്ലോകത്തിലുണ്ട്. ഉപാസനാമൂർത്തി തന്നിൽ നിന്ന് ഭിന്നമല്ല എന്നറിവുള്ള ജ്ഞാനികൾ പോലും വിഗ്രഹത്തിലോ ചിത്രത്തിലോ മറ്റോ ആരാധനാമൂർത്തിയെ സങ്കല്പിച്ചുകൊണ്ട് ദാസഭാവത്തിൽ പരിചര്യകൾ അനുഷ്ഠിക്കുകയും ഉപാസ്യ ദേവത ഭുജിച്ച ഉച്ഛിഷ്ടം പ്രസാദമായി സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അഭിഷേക തീർത്ഥം, പായസം, അപ്പം തുടങ്ങിയ നൈവേദ്യങ്ങൾ മുതലായവ ഈ സങ്കല്പത്തിലാണ് ഭക്തർ സ്വീകരിക്കുന്നത്. ചാർത്തിയ മാല, അണിഞ്ഞ ആട തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടുന്നു. സ്ഥൂലരൂപത്തിൽ ഉപാസ്യമൂർത്തിയെ മനസ്സിൽ കണ്ടു നടത്തുന്ന മാനസപൂജയിലും ഈ സമ്പ്രദായം ഉണ്ട്. ദേവസേനാനിയും പാർവതി പരമേശ്വരന്മാരുടെ പുത്രനുമായ സ്കന്ദൻ, ദേവരാജാവായ ഇന്ദ്രൻ, ത്രിമൂർത്തികളിൽ പ്രമുഖനായ വിഷ്ണു എന്നിവർ ദേവിയുടെ താമ്പൂലോച്ഛിഷ്ടം പ്രസാദമായി സ്വീകരിക്കുന്നുവെന്ന് വിവരിക്കുമ്പോൾ എല്ലാ ദേവതകൾക്കും പരയാണ്, ശ്രേഷ്ഠയാണ് ദേവി എന്ന് സിദ്ധിക്കുന്നു. ഏൽപ്പിച്ച ജോലി നന്നായി ചെയ്തു തീർത്തുവെന്ന് സ്വാമിനിയെ അറിയിക്കാനായി വേഷം മാറ്റാൻ പോലും സമയമെടുക്കാതെ ദൈത്യന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച ഈ ദേവന്മാർ പാഞ്ഞ് എത്തുന്ന ദൃശ്യവും ദേവിയുടെ ത്രൈലോക്യ ആധിപത്യത്തെ കുറിക്കുന്നു. ഈ ശ്ലോകത്തിന്റെ ഫലശ്രുതി പറയുന്നത് ബുദ്ധിവികാസം, ജീവിത വിജയം, ഈ രണ്ട് കാര്യങ്ങൾക്ക് ഇതിൽ പ്രാധാന്യമുണ്ട്. താരകാസുരനെ കൊന്നതിന് ശേഷമുള്ള വരവാണ് ഈ ദേവന്മാരുടെ വരവ്. താരകാസുരൻ ചെറിയ പ്രായത്തിൽ തന്നെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. ശിവപുത്രൻ ഒഴികെ തന്നെ ആർക്കും വധിക്കാൻ കഴിയില്ല എന്ന വരം വാങ്ങി. ലോകത്തിന്റെ തന്നെ ശത്രുവായി തീർന്ന താരകാസുരനെ വധിക്കുന്നതിന് ശിവന്റെ പുത്രനായി സുബ്രഹ്മണ്യൻ ജനിച്ചു. ദേവന്മാർ സേനാപതിയായ സുബ്രഹ്മണ്യനെ അഭിഷേകം ചെയ്തു. അതിഭയങ്കരമായ യുദ്ധത്തിൽ സുബ്രഹ്മണ്യൻ താരകാസുരനെ കൊന്നു. താരാക്ഷൻ, കമലാക്ഷൻ, വിദ്യുന്മാലി എന്നീ 3 അസുരന്മാർ 3 പുരങ്ങളിൽ വസിച്ചുകൊണ്ട് ലോകം ചുറ്റാൻ വേണ്ടി വരം മേടിച്ചു. ആ അസുരന്മാരെയും അവരുടെ പുരങ്ങളെയും നശിപ്പിച്ചത് പരമശിവനായിരുന്നു. അതിനെയാണ് ത്രിപുരദഹനം എന്ന് പറയുന്നത്. ഈ 3 അസുരന്മാരുടെ പിതാവായിരുന്നു താരകാസുരൻ. ദേവി തന്നെയാണ് സുബ്രഹ്മണ്യനോട് കൂടിയ ദേവന്മാരെ, ഇന്ദ്രൻ, വിഷ്ണു മുതലായവരെ താരകാസുരനെ കൊല്ലാൻ വേണ്ടി നിയോഗിച്ചത്. ദേവി ഏൽപ്പിച്ച കാര്യം ഭംഗിയായി നിറവേറ്റിയതിനു ശേഷം തിരിച്ചു വരുന്ന ദേവന്മാര് ദേവിയോടുള്ള ബഹുമാന സൂചകമായി ശിരോവേഷ്ടനങ്ങൾ അഴിച്ചു മാറ്റി. യുദ്ധത്തിന് പോകുമ്പോൾ ദേവന്മാർ കിരീടം ധരിക്കാറില്ല. ഭക്തരെ അനുഗ്രഹിക്കുന്ന സമയത്താണ് കിരീടമെല്ലാം ധരിച്ചിരിക്കുന്നത്. അതൊരു പ്രത്യേകതരം ഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. പട്ടാളക്കാർ പ്രത്യേകതരം ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഭക്തരെ അനുഗ്രഹിക്കുന്ന സമയത്ത് ഉള്ള വേഷവിധാനമല്ല അത്. എന്നാൽ കവചം മുതലായവ അഴിച്ചു മാറ്റിയിട്ടുമില്ല. യുദ്ധത്തിൽ ജയിച്ച സന്തോഷ വാർത്ത പറയുവാനും അമ്മ ഏൽപ്പിച്ച കൃത്യനിർവഹണം ഭംഗിയായി ഞങ്ങൾ ചെയ്തു എന്നറിയിക്കുവാനും വേണ്ടി വേഗം തന്നെ അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. യുദ്ധക്കളത്തിൽ ഉപയോഗിച്ച വസ്ത്രത്തോടു കൂടി തന്നെ ദേവന്മാർ എത്തിയത്. അവർ ക്ഷീണിതരുമായിരുന്നു. ആ വസ്ത്രം മാറ്റാൻ പറ്റില്ല. ഇത്രയും വലിയ ഭയങ്കര യുദ്ധമാണ്
അവിടെ സംഭവിച്ചത്. എന്നിട്ട് ജയിച്ച് ക്ഷീണിതരായിട്ടാണ് വന്നിരിക്കുന്നത്. ക്ഷീണം മാറ്റുവാൻ ഭക്ഷണമോ വെള്ളമോ ഒന്നുമല്ല അവർക്ക് വേണ്ടത്. ക്ഷീണിച്ചു വരുന്നവർക്ക് ഭക്ഷണമോ വെള്ളമോ അല്ല അവർ ആഗ്രഹിച്ചത്, ദേവിയുടെ പ്രസാദമാണ്. എന്നാൽ പരമശിവന്റെ പ്രസാദത്തിന് അവർക്ക് ആഗ്രഹവുമില്ല. എന്തുകൊണ്ടെന്നാൽ അത് മുഴുവനും ചണ്ഡൻ എന്ന പാർഷദൻ മാത്രം അവകാശപ്പെട്ടതാണ്. ചണ്ഡൻ അഥവാ ചണ്ഡേശ്വരൻ എന്നത് ശിവകുടുംബത്തിന്റെ കാര്യസ്ഥനും കാവൽക്കാരനും കണക്ക് നോട്ടക്കാരനുമാണ് എന്നാണ് സങ്കല്പം. തന്ത്രശാസ്ത്രപ്രകാരം ശിവക്ഷേത്രത്തിൽ ശ്രീകോവിലിന് മുമ്പിൽ ഇരുവശത്തുമായി ദ്വാരപാലകന്മാർ അഥവാ ദ്വാസ്തന്മാരുടെ പ്രതിഷ്ഠയുണ്ട്. നിർമാല്യധാരി എന്ന സങ്കല്പത്തിൽ ചണ്ഡനും പ്രചണ്ഡനുമാണ് അവർ. ഉഗ്രതയുടെയും അത്യുഗ്രതയുടെയും ഈശ്വരീയ ഭാവം കൈക്കൊണ്ട ഈ രണ്ട് ദ്വാരപാലകന്മാരെ സാമാന്യേന ചണ്ഡേശ്വരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശിവപൂജ കഴിഞ്ഞാൽ നിർമാല്യമായ പുഷ്പവും ഹവിസ്സും പായസവും ചണ്ഡേശ്വരന് സമർപ്പിക്കുന്നു. ചണ്ഡേശ്വരന് മാത്രമാണ് ഈ അവകാശമുള്ളത്. വേറെ ആർക്കും തന്നെ ശിവപ്രസാദം സ്വീകരിക്കുവാൻ അർഹതയില്ല. ശിവപ്രസാദം ബ്രാഹ്മണർ കഴിക്കാൻ പാടില്ല എന്നാണ് നിയമം. ശിവപ്രസാദം ബ്രാഹ്മണർ കഴിച്ചു കഴിഞ്ഞാൽ അവർ പതിതന്മാരായിട്ട് തീരുമെന്നാണ് പറയുന്നത്. അത്രയും പ്രാധാന്യമാണ് ഈ ശിവന്റെ നിർമാല്യത്തിന്. തമിഴ്നാട്ടിലെ രഥോത്സവം നടക്കുന്ന സമയത്ത് ശിവകുടുംബത്തിന്റെ ദേവതമാര്, ശിവൻ, പാർവതി, സുബ്രഹ്മണ്യൻ, ഗണപതി, ഈ ദേവതമാരുടെ രഥത്തോടുകൂടി ചണ്ഡേശ്വരന്റെ ഒരു രഥം പ്രത്യേകം തന്നെയുണ്ട്. എന്ന് പറയുമ്പോൾ ചണ്ഡേശ്വരൻ കുടുംബാംഗമായിട്ടാണ് സങ്കല്പം. തുല്യ പ്രാധാന്യമാണ്. താരകാസുര വധം കഴിഞ്ഞു വന്ന ദേവതമാര് നേരെ പോയത് ദേവിയുടെ അടുക്കലാണ്. അപ്പോൾ പ്രസാദമായി ദേവിയുടെ ഭുക്താവശിഷ്ടമായ താമ്പൂലമാണ് കൊടുത്തത്. ലളിതാ സഹസ്രനാമത്തില് കർപ്പൂരവീടി കാമോദ സമാകർഷ ദിഗന്ധര, കർപ്പൂരവീടികയാണ് ദേവിയുടെ ആ വെറ്റില മുറുക്ക്. അതില് 12 തരം സുഗന്ധദ്രവ്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. കർപ്പൂരവീടിക ദേവി കഴിച്ചതിന് ശേഷം എല്ലാ ദിക്കുകളെയും ആകർഷിക്കുന്നു. അതാണ് കർപ്പൂരവീടി കാമോദ സമാകർഷ ദിഗന്ധര. 4 ദിക്കുകളിലെയും ആകർഷണം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ദേവിയുടെ കർപ്പൂരവീടികയുടെ ചുവന്ന നിറം, ആ ചുണ്ട് പ്രകാശമാനമായ ഒരു ദൈവികമായിരിക്കുന്ന ശോഭയാണ്. അതുകൊണ്ട് ദിക്കുകളെ ആകർഷിക്കുന്നു ദേവി. 12 തരം ലഹരിയുള്ള സുഗന്ധദ്രവ്യങ്ങളാണ് ദേവിയുടെ വെറ്റില മുറുക്കിലുള്ളത്. ഇത് ബോംബെ പാൻ മസാലയുടെ 100 ഇരട്ടിയാണ് ശക്തി. ആ ദ്രവ്യങ്ങൾ ഏതെല്ലാമാണ്? 1 ഏലക്കായ, 2 ഗ്രാമ്പു, 3 പച്ചക്കൽപ്പൂരം, കസ്തൂരി, കുങ്കുമപ്പൂവ്, ജാതിക്ക, ജാതിക്കയുടെ അകത്തുള്ള ഭാഗം, ജാതി പത്രിക, ആ കറുത്ത ഇതിന്റെ മുകളിലുള്ള പത്രിക, ജാതി പത്രിക, അടയ്ക്ക, നീർത്തിപ്പലി, ജലത്തിപ്പലി, കുരുമുളക്, കരിങ്ങാലിയുടെ ചാറ്, ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ദേവി മുറുക്കാനുണ്ടാക്കുന്നത്. ഏല, ലവംഗ, കർപ്പൂര, കസ്തൂരി, കേസരാദിഭി, ജാതിഫല ദളൈ പൂഗൈഹി, ലാംഗലി, ഉഷണ ചൂർണൈഹി, നാഗരൈഹി, ചുക്ക്, അതും ഇതിന്റെ ഒരു ഭാഗമാണ്, ചൂർണൈഹി, ഇവയെല്ലാം പൊടിച്ച് ഖതിര സാരൈശ്ചയുക്ത, കരിങ്ങാലിയുടെ സാരം ചേർത്ത്, കരിങ്ങാലിയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ട് ഇതിന്റെ കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കർപ്പൂരവീടിക. ഇതിൽ ചുണ്ണാമ്പിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയും 12 സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഇത് വലിയ വെറ്റില മുറുക്കുകാർക്ക് പോലും ഇതിന്റെ ഒരു അംശം പോലും കഴിക്കാൻ പറ്റില്ല. അത്ര രൂക്ഷതയാണ് ഈ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ. ഇതാണ് ദേവിയുടെ വെറ്റില മുറുക്ക്. ഈ സാധനം ഇതാണ് ദേവി, ഇതിന്റെ ഒരു ഭാഗമാണ്. ദേവി കഴിച്ചതിന്റെ അവശിഷ്ടമാണ് ദേവതമാർക്ക് കൊടുത്തത്. വിശാഖൻ എന്ന് പറഞ്ഞാൽ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവൻ സുബ്രഹ്മണ്യൻ. ഇന്ദ്രൻ, ദേവേന്ദ്രൻ, ഉപേന്ദ്രൻ, ഇന്ദ്രന്റെ അനുജനായി ജനിച്ചവൻ വിഷ്ണു ഭഗവാൻ. വാമനാവതാരം, ഇന്ദ്രന് ശേഷമാണ് വാമനാവതാരം. അത് വിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ട് ഉപേന്ദ്രൻ എന്ന് വിഷ്ണുവിന് പേര്. അടുത്ത ശ്ലോകം ദേവിയുടെ ശബ്ദമാധുര്യം നാടകീയമായ ഒരു രംഗത്തിലൂടെ ആചാര്യസ്വാമികൾ വർണ്ണിക്കുകയാണ്. സരസ്വതിയുമായി ബന്ധപ്പെടുത്തിയ ആണ് ഈ ശ്ലോകം രചിച്ചിരിക്കുന്നത്. സരസ്വതിയുടെ 2 ശ്ലോകങ്ങളാണുള്ളത്. ഒന്ന് നേരത്തെ കഴിഞ്ഞു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ്. സരസ്വതിയുമായി ബന്ധപ്പെടുത്തിയ ശ്ലോകം എന്ന് പറയുമ്പോൾ സംഗീത പ്രാധാന്യമുള്ള ശ്ലോകം. വിപഞ്ച്യ ഗായന്തി വിവിധം അപദാനം പശുപതേഹേ ത്വയാരബ്ധേ വക്തും ചലിതശിരസാ സാധുവചനേ തദീയൈഹി മാധുര്യൈഹി അപലപിത തന്ത്രീകളരവാം
നിജാം വീണാം വാണി നിചുലയതി ചോലേന നിഭൃതം. വിപഞ്ച്യ ഗായന്തി വിവിധമപദാനം പശുപതേഃ ത്വയാരബ്ധേ വക്തും ചരിതശിരസാ സാധുവചനേ തദീയൈർമാധുര്യൈഃ അപലപിതതന്ത്രീ കളരവാം നിജാം വീണാം വാണി നിചുലയതി ചോലേന നിഭൃതം. വിവിധം അപദാനം വിവിധമപദാനം ത്വയാ ആരബ്ധേ ത്വയാരബ്ധേ തദീയൈഃ മാധുര്യൈഃ തദീയൈർമാധുര്യൈഃ. അന്വയം. അല്ലയോ അമ്മേ, പശുപതേഃ വിവിധം അപദാനം വിപഞ്ച്യ ഗായന്തി വാണി ചലിതശിരസ ത്വയാ സാധുവചനെ വക്തും ആരബ്ധേ തദീയൈഃ മാധുര്യൈഃ അപലപിതതന്ത്രീകളരവാം നിജാം വീണാം ചോലേന നിഭൃതം നിചുളയതി. പശുപതേഃ വിവിധം അപദാനം. പശുപതേഃ വിവിധം അപദാനം വിപഞ്ച്യ ഗായന്തി വിപഞ്ച്യ ഗായന്തി വാണി ചലിതശിരസ ത്വയാ സാധുവചനെ വക്തും ആരബ്ധേ തദീയൈഃ മാധുര്യൈഃ അപലപിതതന്ത്രീകളരവാം. സാധുവചനെ വക്തും ആരബ്ധേ തദീയൈഃ മാധുര്യൈഃ അപലപിതതന്ത്രീകളരവാം നിജാം വീണാം ചോലേന നിഭൃതം. തന്ത്രീകളരവാം നിജാം വീണാം ചോളേന നിഭൃതം നിചുളയതി. നിജാം വീണാം ചോളേന അഥവാ ചോലേന, ഏത് വേണമെങ്കിലും എഴുതാം. ചോലേന നിഭൃതം നിചുളയതി. പശുപതേഃ വിവിധം അപദാനം വിപഞ്ച്യ ഗായന്തി വാണി ചലിതശിരസാ ത്വയാ സാധുവചനെ വക്തും ആരബ്ധേ തദീയൈഃ മാധുര്യൈഃ അപലപിതതന്ത്രീകളരവാം നിജാം വീണാം ചോലേന നിഭൃതം നിചുളയതി. പശുപതേഃ, പശുപതി പരമശിവൻ, പരമശിവന്റെ വിവിധം അപദാനം, പലതരത്തിലുള്ള ഉത്കൃഷ്ടമായ കൃത്യങ്ങളെ, വിപഞ്ച്യ ഗായന്തി, വീണയാൽ ഗാനം ചെയ്യുന്ന വാണി സരസ്വതീ ദേവി, ചലിതശിരസ ത്വയാ സാധുവചനെ വക്തും ആരബ്ധേ, തലകുലുക്കിക്കൊണ്ട് നിന്തിരുവടിയാൽ പ്രശംസാവാക്കുകൾ പറയുവാൻ ആരംഭിക്കുമ്പോൾ, തദീയൈഃ മാധുര്യൈഃ, ആ മാധുര്യത്താൽ, അപലപിതതന്ത്രീകളരവാം, പരിഹസിക്കപ്പെട്ട വീണക്കമ്പികളിൽ നിന്നും പുറപ്പെടുന്ന മാധുര്യ ശബ്ദത്തോടുകൂടിയ, നിജാം വീണാം, തൻ്റെ വീണയെ ഉറ കൊണ്ട്, ചോലേന എന്ന് പറഞ്ഞാൽ ഉറ, കവർ, വീണ മൂടിവെക്കുന്ന ആ കവർ, അതുകൊണ്ട് നിശബ്ദമായി, നിഭൃതം നിശബ്ദമായി, നിചുളയതി മൂടിവെക്കുന്നു. വീണ വെക്കുന്ന ഒരു പാത്രം അല്ലെങ്കിൽ ഒരു
ആ കവർ, അതിൻ്റെ മുകളിൽ മൂടി വെക്കുന്ന കവർ പ്രത്യേകം. ആ വീണ വായന നിർത്തിക്കൊണ്ട് ദേവി വീണ എടുത്തു മാറ്റി അത് മൂടി വെക്കുന്നു. എന്താണ് സംഭവം? പശുപതിയുടെ വിവിധമായിരിക്കുന്ന അവദാനങ്ങളെ സരസ്വതി വീണയിൽ വായിക്കുന്നു. വീണയിൽ വായിക്കുന്നത് സാഹിത്യത്തിൽ കൂടിയല്ല, അത് സ്വരത്തിൽ കൂടിയാണ് വായിക്കുന്നത്. അങ്ങനെ വായിക്കുന്ന സമയത്ത് ചലിത ശിരസ, പാർവതി ശിരസ് ചലിപ്പിക്കുന്നു. പരമശിവന്റെ ത്രിപുരദഹനം, കാളകൂടവിഷം ഭക്ഷിച്ച ആ സംഭവങ്ങൾ, ഗജാസുര വധം തുടങ്ങിയ അനവധി കാര്യങ്ങൾ ശിവനുമായി ബന്ധപ്പെട്ട ഗുണങ്ങൾ ഉണ്ട്. ഇതെല്ലാം വീണയിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പാർവതി പറയുകയാണ്, സരസ്വതി ഭംഗിയായിരിക്കുന്നു, ഭേഷ് ഭേഷ്, നന്നായിരിക്കുന്നു എന്ന് പ്രശംസിക്കുകയാണ് പാർവതി സരസ്വതിയെ. ഈ സമയത്ത് പ്രശംസാവാക്കുകൾ പറയുവാൻ ആരംഭിക്കുന്ന സമയത്ത് ആ വാക്കുകളുടെ മാധുര്യത്താൽ പരിഹസിക്കപ്പെട്ട വീണാനാഥം, സരസ്വതി വീണയിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർവതി പറയുകയാണ്, വളരെ ഭംഗിയായിട്ടുണ്ട് സരസ്വതി എന്ന് പറയുവാൻ ഭാവിക്കുന്ന സമയത്ത് വീണയുടെ ശബ്ദത്തെക്കാൾ മാധുര്യമായ ശബ്ദമാണ് പാർവതിയുടെ ഭേഷ് ഭേഷ് എന്ന് പറയുന്ന സമയത്ത് വന്നത്. ആ സമയത്ത് സരസ്വതി, എൻ്റെ വീണാവായനയുടെ ശബ്ദത്തെക്കാളും മാധുര്യമാണല്ലോ പാർവതിയുടെ ആ മുഖത്ത് നിന്ന് വന്ന, വായിൽ നിന്ന് വന്ന ശബ്ദം, അതിൻ്റെ താഴെയാണ് എൻ്റെ വീണയുടെ ശബ്ദം എന്ന് മനസ്സിലാക്കിയിട്ട് വീണ മൂടി വെച്ചുകൊണ്ട് മാറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പശുപതേഹേ വിവിധം അവതാനം വിഭഞ്ച്യാഗായന്തീ വാണി, പരമശിവന്റെ പലതരത്തിലുള്ള ഉത്കൃഷ്ട കൃത്യങ്ങളെ വീണയാൽ ഗാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സരസ്വതീ ദേവി ചലിതശിരസ ത്വയാ സാധുവചനെ വക്തും, തല കുലുക്കിക്കൊണ്ട് നിന്തിരുവടിയുടെ പ്രശംസാവാക്കുകൾ വക്തും ആരംഭേ. പാർവതി, അല്ലയോ അമ്മേ, നീ ഇത് പറയുവാൻ ഭാവിക്കുന്ന സമയത്ത് തദീയൈഹി മാധുര്യൈഹി, ആ മുഖത്തു നിന്ന് വന്ന വാക്കുകളുടെ മാധുര്യം കൊണ്ട് അപലപിത തന്ത്രികളരവാം, പരിഹസിക്കപ്പെട്ട വീണാനാദത്തോടു കൂടിയ ആ വീണാനാദം പരിഹസിക്കപ്പെട്ടു. അതിലും വലിയ ശബ്ദമാണ് ദേവിയുടെ മുഖത്തു നിന്ന് വന്ന പ്രശംസാവചനങ്ങൾ. നിജാം വീണ, തൻ്റെ വീണയെ ഉറകൊണ്ട് നിശബ്ദമായി മൂടുന്നു, ആരും അറിയണ്ട എന്ന് വിചാരിച്ച് വേഗം തന്നെ ശബ്ദിക്കാതെ മൂടി മാറ്റിവെക്കുന്നു. ഇതാണ് അർത്ഥം. അല്ലയോ ദേവി, പരമശിവന്റെ വിവിധങ്ങളായ അവദാനങ്ങളെ വീണയാൽ ഗാനം ചെയ്യുന്ന സരസ്വതി ദേവി, നിൻ തിരുവടി ചലിത ശിരസായി ആ ഗാനത്തെ പ്രശംസിക്കാൻ ആരംഭിക്കുമ്പോൾ അവിടത്തെ ശബ്ദമാധുര്യത്താൽ അപലപിക്കപ്പെട്ട തന്ത്രീകളരവത്തോടുകൂടിയ തൻ്റെ വീണയെ നിശബ്ദമായി ഉറയുടെ ഉള്ളിലാക്കുന്നു. ദേവിയുടെ തൊട്ടടുത്തിരുന്നാണ് സരസ്വതി വീണയിൽ വായിക്കുന്നത്. പാട്ടിന്റെ വിഷയം പശുപതിയുടെ അല്ലെങ്കിൽ ആ ജഗത് പിതാവായ പരമശിവന്റെ ത്രിപുരദഹനം, ദക്ഷയാഗധ്വംസനം, ഗജാസുരവധം, കാളകൂട വിഷപാനം, ആ കാളകൂട വിഷം പാനം ചെയ്ത സമയത്തുള്ള സംഭവങ്ങൾ, ആ സന്ദർഭത്തിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ, ദേവി തന്നെ കഴുത്ത് പിടിച്ച് ഭഗവാനെ രക്ഷിച്ച കാര്യങ്ങൾ, ഭഗവാന്റെ സംഹാര താണ്ഡവ നൃത്തത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വീണയിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വായിക്കുക. ഇതെല്ലാം പരമശിവന്റെ അവദാനങ്ങളാണ്. പത്യുർ ഗുണഗണ കഥാമ്രേടന ജപ, 64 ശ്ലോകത്തിലും ഈ വിഷയം വന്നിട്ടുള്ളതാണ്. കർത്താവിന്റെ ഗുണങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ച് ജപിക്കുന്ന സ്വഭാവം ദേവിക്കുണ്ട്, പാർവതിക്കുണ്ട്. ആ ദേവിയുടെ ജപം സരസ്വതി വായിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? സരസ്വതിയുടെ പാട്ട് കേട്ട് രസിച്ച് തലകുലുക്കിക്കൊണ്ട് പ്രശംസാവചനങ്ങളാൽ അഭിനന്ദിക്കുന്നു. ദേവി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സരസ്വതി നിശബ്ദമായി തൻ്റെ വീണയെ ഉള്ളിപ്പിക്കുന്നു, ഉറയുടെ ഉള്ളിലേക്ക്. വീണ മോശമായതുകൊണ്ടല്ല, അത് തന്ത്രീ കളരവത്തോടു കൂടിയതാണെന്ന് ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സരസ്വതിയുടെ കച്ഛപി എന്ന വീണ ശബ്ദമാധുര്യത്തിന് പ്രസിദ്ധമാണ്. കച്ഛപി എന്നാണ് സരസ്വതിയുടെ വീണയുടെ പേര്, കച്ഛപി.
ആ വീണയുടെ ആ ഉരുണ്ട ഭാഗം ആമയുടെ രൂപമാണ്. അതാണ് കച്ഛപം എന്ന് പറഞ്ഞ ആമ. ആ ആമയുടെ രൂപത്തിലുള്ള പ്രസിദ്ധമായ വീണയാണ് കച്ഛപി. അത് ശബ്ദമാധുര്യത്തിന് ഏറ്റവും പ്രസിദ്ധമാണ്. തന്ത്രി കളരവത്തെ അപലപിക്കുന്നതായി സരസ്വതിക്ക് തോന്നി. വായിച്ചുകൊണ്ടിരുന്ന വീണ സരസ്വതി ഉറയ്ക്കുള്ളിലാക്കി. കച്ഛപിയുടെ തന്ത്രി കളരവത്തേക്കാൾ മധുരതരമാണ് മഹാദേവിയുടെ ശബ്ദമെന്ന് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു. ലളിതാ സഹസ്രനാമത്തില് നിജസല്ലാപ മാധുര്യ വിനിർ ഹർസിത കച്ഛപി. സൗന്ദര്യയിൽ എന്തെല്ലാം എവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് ലളിതാ സഹസ്രനാമത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ഈ ശ്ലോകങ്ങളുടെ ഫലശ്രുതി ക്ഷുദ്ര രോഗങ്ങൾ മാറുന്നു. പ്രധാനമായും സംഗീത വിദ്യയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ശ്ലോകമാണിത്. സംഗീത വിദ്യാർത്ഥികള്, സംഗീത അധ്യാപകര് ഈ ശ്ലോകം നിത്യവും സാധനം ചെയ്യണം. അവരുടെ സംഗീത സിദ്ധി പെട്ടെന്ന് അവർക്ക് എളുപ്പമാക്കാൻ പറ്റും. ഇത് വാഗ്ഗേയകാരന്മാർ ഒരു കച്ചേരി അവതരിപ്പിക്കുന്ന സമയത്ത്, പ്രധാന കൃതി പാടുന്ന സമയത്ത്, അതിന് തൊട്ട് മുമ്പായിട്ട് ഈ കൃതി, പ്രധാന കൃതി ഏത് രാഗത്തിലാണോ പാടുന്നത്, അനന്തഭൈരവിയാണോ മോഹനമാണോ, ആ രാഗത്തിൽ ഈ വിപഞ്ച ഗായന്തി എന്ന ഈ ശ്ലോകം ചിട്ടപ്പെടുത്തിക്കൊണ്ട് അത് ആദ്യം തന്നെ പാടിയതിനു ശേഷം പ്രധാന കൃതി പാടുക. അപ്പൊ സദസ്സില് പണ്ഡിത സദസ്സാണെങ്കിൽ അവര് ശരിക്ക് തല കുലുക്കി ആസ്വദിക്കുന്നുണ്ടായിരിക്കും. ഈ ശ്ലോകം അത്ര പ്രാധാന്യമേറിയതാണ്. സംഗീത വിദ്യ പെട്ടെന്ന് എളുപ്പമാക്കാൻ പറ്റുന്നു. സംഗീതം സാധകം ചെയ്യാൻ പറ്റാത്തവര് ഈ ശ്ലോകം നിത്യവും സാധകം ചെയ്തു കഴിഞ്ഞാലും സംഗീതത്തിന് പ്രാധാന്യം കിട്ടുന്നു. ഒരു വീണയിൽ കൂടി എങ്ങനെയാണ് പരമശിവന്റെ ഗുണങ്ങൾ പാടുന്നത്? അത് സപ്തസ്വരങ്ങളിൽ കൂടിയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പൊ നമുക്ക് സംഗീത ശാസ്ത്രത്തിലേക്കൊന്നും പ്രവേശിക്കാതെ അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഭാരതരാജ്യത്തിന്റെ സംഗീതശാസ്ത്ര പാരമ്പര്യത്തിന് 3000-ൽ പരം വർഷങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്, പഴക്കമുള്ളത്. സംഗീതശാസ്ത്ര ഉൽപ്പത്തിയെപ്പറ്റി സംഗീത ദാമോദരം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. സംഗീത ദാമോദരം എന്ന ഗ്രന്ഥത്തിൽ ഇതിന്റെ ഉൽപ്പത്തിയെപ്പറ്റി പറയുന്നുണ്ട്. ആ സംഗീതം ആസ്വദിക്കുന്നത് ആരെല്ലാമാണ്? ശിശുഹു വ്യക്തി, ചെറിയ കുട്ടി സംഗീതം ആസ്വദിക്കുന്നു. പശുഹു വ്യക്തി, പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നർത്ഥം. മൃഗങ്ങള്, പാല് തരുന്ന പശു മാത്രമല്ല മറ്റുള്ള മൃഗങ്ങളും സംഗീതം ആസ്വദിക്കുന്നു. വേത്തി ഗാനരസം ഫണി, പാമ്പ് ആസ്വദിക്കുന്നു. ശിശുർവേത്തി, പശുർവേത്തി, വേത്തി ഗാനരസം ഫണി, പാമ്പ് ഇത് ആസ്വദിക്കുന്നു. പാമ്പിനെ മകുടി കൊണ്ട് ഊതി ഊതി നിയന്ത്രിക്കാൻ സാധ്യമാകും. അതെന്തുകൊണ്ടാണ്? ഈ ശബ്ദം കേട്ടിട്ട് പാമ്പ് ഇങ്ങനെ മയങ്ങുന്നതുകൊണ്ടാണ്. പരമശിവനിൽ നിന്ന് ഈ ദൈവിക ശാസ്ത്രം ഉത്ഭവിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കൽ പാർവതി ശിവനോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രാണനാഥ, എല്ലാ ജീവരാശികൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്ന സംഗീതശാസ്ത്രത്തെ ദയവായി എനിക്ക് പറഞ്ഞു തന്നാൽ. കേൾക്കുമ്പോൾ തന്നെ സുഖം കിട്ടുന്ന ഒരു ശാസ്ത്രം, അതാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. കേൾക്കുന്ന സമയത്ത് തന്നെ കാതുകളിലൂടെ സുഖം ആസ്വദിക്കണം. ആ ശാസ്ത്രം എനിക്ക് പറഞ്ഞു തരണം, അല്ലയോ എന്റെ പ്രാണനാഥ. സംഗീതശാസ്ത്രം ഹേ നാഥ മഹ്യം വധ സുഖപ്രദം, ഇതാണ് പാർവതി ചോദിച്ച വാക്ക്. സംഗീതശാസ്ത്രം ഹേ നാഥ മഹ്യം വധ, മഹ്യം എനിക്കായിക്കൊണ്ട് വധ, വധിച്ചാലും പറഞ്ഞു തന്നാലും. അപ്പോൾ ശിവൻ 5 മുഖങ്ങളിൽ നിന്നും സപ്തസ്വരങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. ശിവൻ 5 മുഖമാണ്. മുകളിലേക്ക് ഒരു മുഖം, 4 ദിക്കുകളിലേക്ക് ഓരോ മുഖം. പടിഞ്ഞാറ് ദിക്കിലേക്ക് നോക്കി ഇരിക്കുന്ന മുഖത്തിന്റെ പേരാണ് സദ്യോജാത മുഖം. സരിഗമ പധനി എന്നതാണ് സപ്തസ്വരങ്ങൾ. സരിഗമ പധനി. ഇതില് സദ്യോജാത മുഖത്ത് നിന്നും ഗാന്ധാര ശബ്ദം, സരിഗമയിലെ ഗ പറഞ്ഞു കൊടുത്തു. ഗ എന്ന സ്വരം ആ സമയത്ത് ഉപദേശിച്ചു കൊടുത്തു. വടക്ക് ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന വാമദേവ മുഖത്തിൽ നിന്നും ധൈവത ശബ്ദം, സരിഗമപധനിയിലെ ധകാരം പറഞ്ഞു കൊടുത്തു. തെക്ക് ദിക്ക് അഘോരമുഖമാണ്, അതിൽ നിന്നും ഷഡ്ജവും ഋഷഭവും പറഞ്ഞു കൊടുത്തു. സ രി 2 സ്വരങ്ങൾ പറഞ്ഞു. കിഴക്ക് ദിക്കിലേക്ക് തത്പുരുഷ മുഖത്തിൽ നിന്നും പഞ്ചമം, സരിഗമ പധനിയിലെ പ എന്ന സ്വരം പറഞ്ഞു. മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ഈശാന മുഖത്തിൽ നിന്നും മധ്യമവും നിഷാദവും നീയും മായും പറഞ്ഞു. സംഗീതം മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളുടെ സ്വരത്തിൽ നിന്നും സംഗീതം, ആ ശാസ്ത്രത്തിൽ കൂടി അത് പറയുന്നുണ്ട്. മൃഗങ്ങളിൽ നിന്നും സംഗീതമുണ്ട്, പക്ഷികളിൽ നിന്നും വരുന്നുണ്ട്.
കൈതപ്രം ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂരി ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിൽ ദേവസഭാതലം എന്ന ആ പാട്ടിൽ ഇത് പറയുന്നുണ്ട്. സ എന്നത് ഷഡ്ജമാണ്, അത് മയിലിന്റെ ശബ്ദം. രി ഋഷഭം കാളയുടെ ശബ്ദം. ഗ ഗാന്ധാരം ആടിന്റെ ശബ്ദം. മ മധ്യമം ക്രൗഞ്ചപക്ഷിയുടെ ശബ്ദമാണ്. പ പഞ്ചമം കുയിലിന്റെ ശബ്ദം. ധ ധൈവതം കുതിരയുടെ ശബ്ദം. നി നിഷാദം ആനയുടെ ശബ്ദം. അപ്പം മൃഗങ്ങളിൽ കൂടിയും സംഗീതം വരുന്നുണ്ട്. ഈ മൃഗങ്ങൾ ഉച്ചരിക്കുന്ന ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് അതിന് സംഗീതമുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയും സപ്തസ്വരങ്ങൾ പറഞ്ഞു കൊടുത്ത സമയത്ത് പാർവതിക്ക് വളരെ സന്തോഷം. ഇനി രാഗത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി സംഗീത ദർപ്പണം എന്ന ഗ്രന്ഥത്തിൽ പറയും. ശിവശക്തി സമായോഗാത് രാഗാണം സംഭവവും അതഃ. പാർവതിക്ക് സപ്തസ്വരങ്ങൾ സരിഗമപഥനി എന്നത് പറഞ്ഞു കൊടുത്തതിന് ശേഷം സന്തോഷിച്ച് രണ്ടുപേരും കൂടി സംയോഗം ചെയ്തു എന്നാണ്. ശിവശക്തി സമായോഗാത് രാഗാണം സംഭവവും അതഃ. ആ സമയത്താണ് രാഗങ്ങൾ ഉത്ഭവിച്ചത്. 72ഓളം മേളകർത്താ രാഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 രാഗങ്ങൾ ആ സമയത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത്. സദ്യോജാതാദത്തോ ശ്രീരാഗ. പടിഞ്ഞാറ് ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന മുഖത്തിൽ നിന്നാണ് ശ്രീരാഗം ജനിച്ചത്. വാമദേവാത് വസന്തക. അഘോരാത് ഭൈരവ. തത്പുരുഷാത് പഞ്ചമ. ഈശാനാസ്യാത് മേഘരാഗ. നാട്യാരംഭേ ശിവാദഭൂ. ഇങ്ങനെ ആ നടനം ചെയ്യുവാൻ ശിവശക്തി സംയോഗമുണ്ടായതിനു ശേഷം താണ്ഡവ നൃത്തമാടി ആ സമയത്ത് ശിവൻ. ഈ സമയത്താണ് ആ പടിഞ്ഞാറ് ദിക്ക് സദ്യോജാതമുഖത്തിൽ നിന്നും ശ്രീരാഗം പറഞ്ഞു കൊടുത്തത്. ആ ശ്രീരാഗമാണ് ആദ്യം വന്ന രാഗമെന്ന് ചില ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. പഞ്ചരത്നകൃതികളില് ത്യാഗരാജസ്വാമികൾ മഹാത്മാരെ വന്ദിക്കുന്നത് ഈ രാഗത്തിലാണ്, ശ്രീരാഗത്തിലാണ് വന്ദിക്കുന്നത്. സദ്യോജാതാത്തു ശ്രീരാഗ വാമദേവാത് വസന്തക. വസന്തകരാഗം വാമദേവമുഖത്തിൽ നിന്നും, ഭൈരവരാഗം അഘോരമുഖത്തിൽ നിന്നും, പഞ്ചമരാഗം തത്പുരുഷമുഖത്തിൽ നിന്നും, മേഘരാഗമാണ് മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ഈശാന മുഖത്തിൽ നിന്ന് വന്നത്. ഗിരിജായ മുഖാത്ലാസ്യ നട്ടനാരായണോഭവത്. പാർവതി ഒട്ടും മോശക്കാരിയല്ല. പാർവതി ഇത് ചോദിച്ചത് പാർവതിക്ക് വേണ്ടി ആയിരുന്നില്ല, മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു. പാർവതി സംഗീതത്തിന്റെ അധിദേവതയാണ്. ഈ 5 രാഗങ്ങൾ ശിവന്റെ മുഖത്തു നിന്നും പാർവതിക്ക് പറഞ്ഞു കൊടുത്ത സമയത്ത് ആ സമയത്ത് തന്നെ നടനാരായണ രാഗം അല്ലെങ്കിൽ നട്ടനാരായണ രാഗം ഗിരിജയുടെ മുഖത്തു നിന്നും പ്രാണനാഥനായ പശുപതിയെ പറഞ്ഞു കേൾപ്പിച്ചു എന്നാണ്. ആ സംഗീതം അവിടെ പാർവതി പറഞ്ഞു കൊടുത്തു എന്നാണ്. ഗിരിജായ മുഖാത് ലാസ്യയെ. ശിവൻ താണ്ഡവ നൃത്തമാടിയ സമയത്ത് പാർവതി ലാസ്യ നൃത്തമാടി. പാർവതിക്ക് താണ്ഡവ നൃത്തം ആടാൻ പറ്റില്ല, ശിവന് ലാസ്യ നൃത്തവും പറ്റില്ല. പുരുഷന്മാർക്കാണ് താണ്ഡവ നൃത്തം, സ്ത്രീകൾക്ക് ലാസ്യ നൃത്തമാണ്. ഈ നൃത്തം ആടിയിട്ട് നട്ടനാരായണോ അഭവത്. നട്ടനാരായണൻ നാരായണ രാഗമെന്നും നടനാരായണ രാഗം 2 തരത്തിൽ പറയുന്നുണ്ട്. ഈ രാഗം ആ സമയത്ത് പാർവതി പറഞ്ഞു കൊടുത്തു. ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തത് പാർവതി, മദംഗൻ, നാരദൻ, ഭരതൻ എന്നീ മഹർഷിമാർക്ക് പാർവതി പറഞ്ഞു കൊടുത്തു. ഇവരാണ് ഈ ശാസ്ത്രം ഭൂമിയിൽ പ്രചരിപ്പിച്ചത്. ഭരതാദ്യേസ്തു മുനിഭിഹി സർവത്രാഥ പ്രചാരിതം. ഈ മഹർഷിമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭൂമിയിൽ ഇവർ അവതരിച്ചതിന് ശേഷം മനുഷ്യന്മാർക്ക് വേണ്ടി ഈ സപ്തസ്വരങ്ങളും ഈ രാഗങ്ങളും പറഞ്ഞു കൊടുത്തു. ശിവന്റെ ഉടുക്കിൽ നിന്നും ഈ രാഗം വരുന്നുണ്ട്. ഗീതേന പ്രിയതേ ദേവഹ സർവജ്ഞ പാർവതീപതി. സർവജ്ഞനായിരിക്കുന്ന പരമശിവന്റെ ഉടുക്കിൽ നിന്നും സപ്തസ്വരങ്ങൾ വരുന്നു. ശ്രീകൃഷ്ണൻ വംശധ്വനി വശം കിടക്കും. ഗോപികമാരെ വിളിക്കാൻ വേണ്ടി കാട്ടിൽ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഓടക്കുഴൽ നാദം വിളിച്ചു കഴിഞ്ഞാൽ ഗോപികമാര് കൂട്ടം കൂട്ടമായിട്ട് കൃഷ്ണന്റെ മുമ്പിലേക്ക് വരുന്നു. വംശധ്വനി വശം ഗതഹ. വംശം മുളയുടെ ആ നാദത്തിൽ ലഹരി പിടിച്ചുപോയി കൃഷ്ണന്. ഇനി ബ്രഹ്മാവ് സാമഗാനപ്രിയനാണ്. സാമഗീതി രതേ ബ്രഹ്മ. സമഗാനം ബ്രഹ്മാവിന്റെ ലഹരിയാണ്. വീണാസക്ത സരസ്വതി. സരസ്വതിക്ക് വീണാനാദം കേൾക്കാതെ ഒരു നിമിഷവും പറ്റില്ല, എപ്പോഴും വീണ വായിച്ചുകൊണ്ടേയിരിക്കും. നാദരൂപ സ്മൃതോ ബ്രഹ്മ നാദരൂപോ ജനാർദ്ദന നാദരൂപോ പരാശക്തി നാദരൂപോ മഹേശ്വര. ഇവരെല്ലാവരും നാദരൂപികളാണ്. ആ കർണാടക സംഗീതത്തിൽ നിന്ന് വരുന്ന നാദത്തെ ലഹരിയായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവരെല്ലാവരും തന്നെ. നാദത്തിൽ ലഹരി പിടിച്ചവരെ വശീകരിക്കാൻ എന്താണ് വേണ്ടത്? നാദം കൊടുത്താൽ മതി. മദ്യലഹരി ആസ്വദിക്കുന്നവരോട് നമ്മൾക്ക് സന്തോഷം പ്രകടിപ്പിക്കണമെങ്കിൽ മദ്യം അവർക്ക് കൊടുക്കുമ്പോൾ അവർ മുഖം സന്തോഷിക്കും.
വേറെ എന്ത് കിട്ടിയാലും അവർക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ പിന്നെ മദ്യം വാങ്ങാനുള്ള പൈസ കൊടുക്കണം. ഇവിടെ നാദരൂപിയായിരിക്കുന്ന ജനാർദ്ദനനും നാദരൂപിയായിരിക്കുന്ന ബ്രഹ്മാവും പരാശക്തിയും, നാദരൂപാ പരാശക്തി, നാദരൂപിയായിരിക്കുന്ന ആ പാർവതിയും, നാദരൂപോ മഹേശ്വര, നാദരൂപനായിരിക്കുന്ന മഹേശ്വരനും, ഈ ദേവതമാരെ വശീകരിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് നാദം കൊടുത്താൽ മതി. നമ്മൾ അവരുടെ മുമ്പിൽ കർണാടക സംഗീതം ആലപിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് വശംവദരായിട്ട് തീരുന്നു. 3 ഘടകങ്ങളാണ് ഈ സംഗീതത്തിനുള്ളത്. ഇത് വോക്കൽ മാത്രമല്ല സംഗീതം എന്ന് പറയുന്നത്. ഗീതം വാദ്യം തഥാ നൃത്തം ത്രയം സംഗീതമുച്യതേ. സംഗീതശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് പ്രത്യേകം പറയുന്നു. ഗീതവും വാദ്യവും നൃത്തവും കൂടിയതാണ് സംഗീതം. ഒരു സംഗീത ആലാപനത്തിൽ വായു കൊണ്ട് പറയുന്നത് മാത്രമല്ല സംഗീതം. അതിൻ്റെ കൂടെ വയലിൻ, ഘടം, മദ്ദളം, ഇതൽ, അതിൻ്റെ കൂടെ നൃത്തവും കൂടി ചേർന്നതാണ് സംഗീതം എന്നാണ് പറയുന്നത്. ഒരിക്കൽ വിഷ്ണു ഭഗവാനോട് നാരദൻ ചോദിക്കുകയുണ്ടായി. ഇവരൊരു രഹസ്യ സംഭാഷണമായിരുന്നു എന്നാണ് പറയുന്നത്. അല്ലയോ ഭഗവാനെ, അങ്ങ് രഹസ്യമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എവിടെയാണ്? അങ്ങ് രഹസ്യമായിട്ട് വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? അപ്പൊ വിഷ്ണു ഭഗവാൻ പറയുകയാണ്, നാഹം വസാമി വൈകുണ്ഠേ, വൈകുണ്ഠത്തിൽ എൻ്റെ പത്നിയായ മഹാലക്ഷ്മിയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുവാനോ കൂടെ ഇരിക്കുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല നാരദ. നാ യോഗി ഹൃദയേ രവവും, യോഗിമാരുടെ ഹൃദയത്തിൽ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നാരദ. ഗീതോപദേശ സമയത്ത് കൃഷ്ണൻ പറഞ്ഞതാണ് ഒരു സത്യം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അല്ലയോ അർജുന, എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ ഇരിക്കുന്നുണ്ട് അർജുന എന്ന് അന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ അത് മാറ്റി പറയേണ്ടി വന്നു. നാഹം വസാമി വൈകുണ്ഠേ ന യോഗി ഹൃദയേ, യോഗിമാരുടെ ഹൃദയത്തിൽ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഞാൻ അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നില്ല നാരദ. ന രവവും, മാധുര്യമില്ലാത്ത ചന്ദ്രമണ്ഡലത്തിലോ മാധുര്യമില്ലാത്ത രവിമണ്ഡലത്തിലോ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നാരദ. പിന്നെ എവിടെയാണ് അങ്ങിരിക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗവാനെ? മധുഭക്താഹ എത്ര ഗായന്തി, എൻ്റെ കുറെ ഭക്തന്മാരുണ്ട്, ശാസ്ത്രീയ സംഗീതം പഠിച്ചവർ കുറെ പേരുണ്ട്. അവരെവിടെയാണോ പാടുന്നത് നാരദ, അവിടെ വന്ന് രഹസ്യമായിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. തത്ര തിഷ്ഠാമി നാരദ. അതാണ് സംഗീതത്തിന്റെ പ്രാധാന്യം. യാജ്ഞവൽക്യ സ്മൃതിയിൽ പ്രത്യേകം പറയുന്നുണ്ട്. പ്രായശ്ചിത്ത അധ്യായത്തിൽ യതിധർമ്മ പ്രകരണത്തിൽ പ്രത്യേകം പറയുന്നു, വീണാ വാദന തത്വജ്ഞ ശ്രുതി ജാതി വിശാരദ താളജ്ഞശ്ച അപ്രയാസേന മോക്ഷമാർഗം നിയച്ഛതി. ഈ ജന്മത്തിൽ തന്നെ എളുപ്പത്തിൽ മോക്ഷം പ്രാപിക്കുന്ന കുറച്ച് പേരുകൾ പറയുന്നുണ്ട്. കുറച്ച് വ്യക്തികളുടെ പേരുകളാണ് അവിടെ യാജ്ഞവൽക്യ സ്മൃതിയിൽ പറയുന്നത്. വീണാവാദന തത്വജ്ഞ, ഈ ജന്മത്തിൽ വീണ വായിക്കുന്നവർക്ക് മോക്ഷം എളുപ്പമാകും. ശ്രുതി ജാതി വിശാരദ, ശ്രുതി മീട്ടുന്നവര്, തമ്പുരു മീട്ടുന്നവര്. ജാതി, രാഗം പഠിച്ചവര്, കർണാടക സംഗീതത്തിലെ രാഗങ്ങൾ പഠിച്ചവർ, അവർക്ക് മോക്ഷം എളുപ്പമായിരിക്കും. താളജ്ഞശ്ച, ഘടം കൊട്ടുന്നവര്, മദ്ദളം കൊട്ടുന്നവര്, വയലിൻ വായിക്കുന്നവര്. അപ്രയാസേന മോക്ഷമാർഗം നിയച്ഛതി, ഒരു പ്രയാസവും കൂടാതെ അവർ മോക്ഷമാർഗത്തിലേക്ക് പോകുന്നു. അവർക്ക് സൗന്ദര്യലഹരിയുടെ ആവശ്യം തന്നെ ഇല്ല. ശരിക്കും അവർക്ക് അത് മതി. പക്ഷെ സൗന്ദര്യലഹരി കൂടി ചേർന്ന് കഴിഞ്ഞാലോ പൊന്നിൻ കുടത്തിന് പൊട്ടുകുത്തുന്ന പോലെ. വീണാവാദന തത്വജ്ഞ ശ്രുതി ജാതി വിശാരദ താളജ്ഞശ്ച അപ്രയാസേന മോക്ഷമാർഗം നിയച്ഛതി. ജപകോടി ഗുണം ധ്യാനം, കോടിക്കണക്കിന് ഓം നമഃ ശിവായ ഓം നമഃ ശിവായ എന്ന മന്ത്രം നിങ്ങൾ ജപിക്കേണ്ട കാര്യമില്ല. സംഗീതശാസ്ത്രത്തിൽ പറയുകയാണ്, ജപകോടി ഗുണം ധ്യാനം, ഒരു പ്രാവശ്യം നിങ്ങൾ ദേവതയെ ധ്യാനിച്ചാൽ മതി. കോടിക്കണക്കിന് മന്ത്രങ്ങൾ ജപിക്കേണ്ട, ലളിത സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യേണ്ട കാര്യമില്ല. സംഗീതം അതിൽ ആ ദേവതയുമായി ധ്യാനിച്ചാൽ മതി. ധ്യാനകോടി ഗുണോ ലയ, കോടിക്കണക്കിന് നിങ്ങൾ ദേവതയെ ധ്യാനിക്കേണ്ട കാര്യമില്ല, ഒരു പ്രാവശ്യം ദേവതയുമായി ലയിച്ചു ചേർന്നാൽ മാത്രം മതി. ലയകോടി ഗുണം ഗാനം, കോടിക്കണക്കിന് പ്രാവശ്യം ലയിച്ചു ചേരേണ്ട ആവശ്യം തന്നെ ഇല്ല. അതിലും വലുതാണ് ഗാനം. ഗാനാത് പരതരം നഹി, ഈ ഗാനത്തിൽ നിന്നും വലിയതായിട്ട് ശ്രേഷ്ഠമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് ശാസ്ത്രീയ സംഗീതത്തിൽ അടിവരയിട്ട് പറയുകയാണ്. ധർമ്മ അർത്ഥ കാമമോക്ഷാണാം ഇതമേവ ഏകസാധനം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ ചതുർവിധ ആ പുരുഷാർത്ഥങ്ങൾ സാധിക്കണമെങ്കിൽ നിങ്ങൾ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചാൽ മാത്രം മതി, വേറെ ഒന്നിന്റെയും പുറകെ പോകണ്ട എന്നാണ് പറയുന്നത്. കർണാടക സംഗീതത്തിന്റെ പിതാവ് അഥവാ ആദിഗുരു എന്നറിയപ്പെടുന്നത് പുരന്ദരദാസനാണ്. 1484 സംഗീത അഭ്യസനത്തിന് ഒരു പദ്ധതി ഇദ്ദേഹം ആവിഷ്കരിച്ചു. ഇദ്ദേഹം ചിട്ടപ്പെടുത്തിയ ദക്ഷിണേന്ത്യൻ സംഗീതത്തെ കൂടുതൽ യൗവനവും ഓജസ്സും നൽകി പോഷിപ്പിച്ചത് പ്രധാനമായും 3 പേരായിരുന്നു.
തമിഴ്നാട്ടില് തഞ്ചാവൂർ ജില്ലയിൽ തിരുവാരൂർ എന്ന സ്ഥലത്ത് 1763 ശ്യാമശാസ്ത്രികളും, അതിനുശേഷം 4 വർഷം കഴിഞ്ഞ് ത്യാഗരാജസ്വാമികളും, അതിനുശേഷം 8 വർഷം കഴിഞ്ഞ് മുത്തുസ്വാമി ദീക്ഷിതരും സഞ്ജാതരായി. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ജർമ്മനിയിൽ ബിഥോവൻ, മൊസാർട്ട്, ബാറ്റ്സ് 3 ത്രിമൂർത്തികൾ കൂടുതൽ വർഷവ്യത്യാസമില്ലാതെ തന്നെ പൂജാതരായത്. അതുകൊണ്ട് 18ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് സംഗീതത്തിന്റെ സുവർണ കാലഘട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ഈ 3 സ്ഥലങ്ങൾ തഞ്ചാവൂരില് തിരുവാരൂർ ജില്ലയില് തഞ്ചാവൂർ ജില്ലയിൽ തിരുവാരൂർ എന്ന സ്ഥലത്താണ് ഈ 3 പേര്. ഇവരുടെ 3 വീടുകളും 10 മിനിറ്റ് നടക്കുന്ന ദൂരമേ ഉള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ഈ 3 പേര് ഒരു സ്ഥലത്ത് ഒരേ കാലഘട്ടത്തിൽ ജനിച്ചത്? ഇതൊരു ദൈവനിശ്ചയപ്രകാരമായിരുന്നു. അതുപോലെ തന്നെയാണ് കേരളത്തില് കുമാരനാശാൻ, വള്ളത്തോൾ മുതലായ 3 പേര്, 3 കവിത്രയങ്ങൾ ജനിച്ചത്. അത് ഒരേ കാലഘട്ടത്തിൽ തന്നെയായി. ഇവിടെ ത്യാഗരാജ ടെമ്പിൾ ഉണ്ട് ഈ സ്ഥലത്ത്. ത്യാഗരാജന്റെ ഒരു ശിവക്ഷേത്രവും കൂടി അവിടെ കാണുന്നുണ്ട്. സംഗീതം, സാഹിത്യം, ശാസ്ത്രം, ഭക്തി എന്നിവ 3 പേരുടെയും പൊതുവായ ഗുണങ്ങളാണെങ്കിലും 3 പേരുടെയും സൃഷ്ടികൾ 3 വിധത്തിൽ ആസ്വാദ്യകരങ്ങളാണ്. ശ്യാമശാസ്ത്രി താളപ്രാധാന്യമാണ്. 250ഓളം കൃതികളാണ് താളപ്രാധാന്യത്തോടുകൂടി കാമാക്ഷിയെക്കുറിച്ച് പാടിയത്. കാര്യമായ ശിഷ്യസമ്പത്ത് ഒന്നും തന്നെ ശ്യാമശാസ്ത്രിക്കില്ല. അതുകൊണ്ട് കൃതികൾക്ക് പ്രചാരം കുറവായിരുന്നു. ഗണപതി കൃതി ഒന്നും തന്നെ അദ്ദേഹം പാടിയിട്ടില്ല. കൂടുതൽ കൃതികൾ ആഹരി രാഗത്തിലാണ് പാടിയത്. അത് കദളിപ്പഴ സമാനമായിരുന്നു ശ്യാമശാസ്ത്രികളുടെ കൃതികൾ. രണ്ടാമത്തത് മുത്തുസ്വാമി ദീക്ഷിതര് രാഗപ്രാധാന്യത്തോടു കൂടിയാണ് പാടിയത്. തന്ത്രം, മന്ത്രം, വ്യാകരണം, ജ്യോതിശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ അസാമാന്യ പണ്ഡിതനായിരുന്നു മുത്തുസ്വാമി. ക്ഷേത്രങ്ങളെയും ദേവതകളെയും കുറിച്ച് പാടി 500-ൽ പരം കൃതികളാണ്. 490 സംസ്കൃത ഭാഷയിലാണ് രചിച്ചത്. അത് നാളികേര ഭാഗമായിരുന്നു. തേങ്ങയുടെ ആ ഭാഗം കഴിക്കുന്ന ആ ഭാഗമാണത്. കുറച്ച് കട്ടിയാണ്. ത്യാഗരാജസ്വാമികൾക്ക് ഭാവപ്രാധാന്യമായിരുന്നു. ശ്യാമശാസ്ത്രി താളപ്രാധാന്യം, മുത്തുസ്വാമി രാഗപ്രാധാന്യം, ത്യാഗരാജസ്വാമി ഭാവപ്രാധാന്യമായിരുന്നു. ലളിതവും ആയാസരഹിതവും സംഗീതമയവുമായ ഭാഷയിൽ തത്വങ്ങളെയും ആദർശങ്ങളെയും കുറിച്ച് പാടി. ദ സോൾ ഓഫ് ദ മ്യൂസിക് ഇദ്ദേഹത്തിന്റെ കൃതികളിലാണ് ഉള്ളത്. ഈ 3 പ്രാധാന്യങ്ങളിൽ വെച്ച് പ്രാധാന്യം ഭാവപ്രാധാന്യത്തിനാണ്. അത് ത്യാഗരാജസ്വാമിയുടെ കൃതികളാണ് കൂടുതൽ. 2500ഓളം കൃതികളാണ് രചിച്ചത് അദ്ദേഹം. സംസ്കൃത ഭാഷയിൽ 10 എണ്ണം. 90% രാമസ്തുതികളായിരുന്നു. ആശയപുഷ്ടി, കാവ്യഭംഗി, സംഗീതരസം, തത്വബോധനം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് പാടിയത്. ദീക്ഷിതരും ത്യാഗരാജസ്വാമികളും സംഗീതപരമായ സംശയങ്ങൾ ചോദിക്കുന്നത് ശ്യാമശാസ്ത്രികളോടായിരുന്നു. ശ്യാമശാസ്ത്രി അദ്ദേഹത്തിന്റെ മകൻ സുബ്ബരായ ശാസ്ത്രികളെ സംഗീതം പഠിപ്പിക്കുവാൻ വിട്ടത് ത്യാഗരാജസ്വാമികളുടെ അടുത്തേക്കായിരുന്നു. എന്നാൽ ആ മകന് ഇഷ്ടം കൂടുതൽ ദീക്ഷിതരുടെ ശൈലിയോടായി. ത്യാഗരാജസ്വാമികളുടെ 18ാമത്തെ വയസ്സിലാണ് അദ്ദേഹം രാമകൃഷ്ണ യതീന്ദ്രൻ എന്ന യോഗിയെ കണ്ടുമുട്ടിയത്. ആ യോഗി സ്വാമികൾക്ക് രാമമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. 1.25 ലക്ഷം പ്രാവശ്യം വീതം ഓരോ ദിവസവും രാമമന്ത്രം ജപിച്ചു. 18 വർഷത്തോളം 96 കോടി പ്രാവശ്യം മന്ത്രം ഉരുക്കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് രാമൻ വരുന്നില്ല. ആ സമയത്താണ് ഏലാനി ദയറാദു എന്ന് തുടങ്ങുന്ന കൃതി ആദി താളത്തില് അഠാണ രാഗത്തിൽ പാടിയത്. ബാലസൂര്യ കനകപ്രഭയാർന്ന പട്ടുടുത്ത് സജ്ജനങ്ങളെ പാലിക്കുന്ന ലക്ഷ്മി ലോലനായ ശരജാലം ധരിച്ച ഭക്തന്മാർക്ക് ശുഭം നൽകുന്ന മേഘവർണ്ണ വനമാല അണിഞ്ഞ രാമ, അവിടുത്തെ ദയാവായ്പിനായി ഞാൻ എത്ര നാൾ കാത്തിരിക്കണം, ഉടൻ വന്ന് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് സ്വാമികൾ പാടിയത്. ബാലകനകമയ ചേല സുജന പരിപാല ശ്രീരാമലോല വിധൃത ശരജാല ശുഭത കരുണാലവാല ഘന നീലനവ്യ വന മാലികാഭരണ. ബാലകനകമയ ചേല സുജന പരിപാല ശ്രീരമാലോല വിധൃത ശരജാല ഏലാ നി ദയ രാധു പരാക്കു ജേസെ വേലാ സമയ ഗാദു. ഈ സമയത്ത് എന്താണ് സംഭവിച്ചത്? ഭക്തിയുടെ തീവ്രത കൂടിപ്പോയി സ്വാമിക്ക്. അപാരമായ ഭക്തിയുടെ തീവ്രതയിൽ ത്യാഗരാജസ്വാമി ആദ്യം പല്ലവി പാടാതെ അനുപല്ലവിയാണ് ആദ്യം പാടിയത്.
പല്ലവി ഏതാണ്, അനുപല്ലവി ഏതാണ്, ഇതാകെ സംശയമായി പോയില്ലേ. ഒരു സംഗീതത്തിനൊരു നിയമമുണ്ട്. പല്ലവി, അനുപല്ലവി, ചരണം 1, ചരണം 2 ഇങ്ങനെ പാടാൻ പാടുള്ളൂ. പക്ഷേ ചില കൃതികളിൽ ഭക്തിയുടെ തീവ്രത വരുന്ന സമയത്ത് ഈ വാഗ്ഗേയകാരന്മാർക്ക് ഈ നിയമം തെറ്റിപ്പോകാൻ. ഇവിടെ ത്യാഗരാജസ്വാമികളുടെ സംഗീത സൃഷ്ടികളിൽ വളരെ പ്രശസ്തമായി തീർന്നതാണ് ഘനരാഗ പഞ്ചരത്ന കൃതികൾ. നാട്ട, ഗൗള, ആരഭി, വരാളി, ശ്രീ എന്നീ ഘനരാഗങ്ങളാണ് അതിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം പഞ്ചരത്ന കൃതി ആരഭിരാഗത്തിലാണ്. സാധിഞ്ചനെ ഓ മനസ്സ എന്ന് തുടങ്ങും. ഇതിൽ ശ്രീരാമചന്ദ്രനെ സാഹിത്യം കൊണ്ടും സംഗീത സ്വരങ്ങൾ കൊണ്ടും സരിഗമപഥിനി എന്ന സ്വരത്തെ കൊണ്ടും ത്യാഗരാജസ്വാമി പാടി പുകഴ്ത്തുന്നുണ്ട്. സംഗീത സാഹിത്യത്തെ സാഹിത്യം കൊണ്ടും സംഗീതം കൊണ്ടും പാടുവാൻ സാധിക്കും. സംഗീതം കൊണ്ട് പാടുന്നത് സപ്തസ്വരങ്ങളിൽ കൂടിയാണ്. അത് വോക്കലായിട്ടും ഉപകരണങ്ങളിൽ കൂടിയും പാടുവാൻ പറ്റും. മദ്ദളം, ഘടം, വയലിൻ, വീണ ഇതിൽ കൂടി പാടാൻ പറ്റും. വീണയിൽ കൂടിയാണ് പശുപതിയുടെ അപാദാനങ്ങളെ വിഭജ്യാഗായന്തി എന്ന ശ്ലോകത്തിൽ സരസ്വതി പാടിയത്. ശാസ്ത്രീയ സംഗീതത്തില് സ്വരത്തെ കൊണ്ടും സാഹിത്യത്തെ കൊണ്ടും ദേവതമാരെ പാടി പുകഴ്ത്താൻ പറ്റും. വിഭജ്യ ഗായന്തി എന്ന ശ്ലോകത്തില് സരസ്വതി പാടിയത് സപ്തസ്വരങ്ങളിൽ കൂടിയായിരുന്നു. ത്രിപുരദഹനന്റെ പശുപതിയുടെ അപാദാനങ്ങൾ. സാധിഞ്ചനെ എന്ന് തുടങ്ങുന്ന കൃതിയിൽ ത്യാഗരാജസ്വാമി എങ്ങനെയാണ് ഈ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചത്? ഏതു പ്രകാരമായിരുന്നു? അല്ലയോ ശ്രീരാമചന്ദ്ര, രഘുകുലത്തിന്റെ ഈശ, നാഥ, രഘു എന്ന രാജാവിന്റെ വംശത്തിൽ പിറന്നവനെ, മൃദുവായി സംഭാഷണം ചെയ്യുന്നവനെ, ആദിശേഷനിൽ കിടക്കുന്ന വിഷ്ണു ഭഗവാന്റെ അവതാരമേ, ഹരേ. ആ സാഹിത്യം ഇങ്ങനെയാണ് ചൊല്ലിയത്. ഹരേ രാമചന്ദ്ര രഘുകുലേശ മൃദുസുഭാഷ ശേഷശയന. ഹരേ രാമചന്ദ്ര രഘുകുലേശ മൃദുസുഭാഷ ശേഷശയന. ഇതിന്റെ സ്വരം പാടിയത് എങ്ങനെയാണ്? സപ്പ മപ്പ മകരി മകരിരീരി സരി സസാസ പാപ്പ മകരി. ഹരേ രാമചന്ദ്ര സപ്പ മപ്പ മകരി രഘുകുലേശ മകരിരീരി മൃദുസുഭാഷ സരി സസാസ ശേഷശയന പാപ്പ മകരി. അതുകൊണ്ട് സംഗീതത്തിൽ കൂടിയും സ്വരത്തിൽ കൂടിയും ദേവതമാരെ സ്തുതിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സ്വീകരിക്കാം. രണ്ടും സ്വീകരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. തമിഴ്നാട്ടില് തിരുവയ്യാർ എന്ന സ്ഥലത്ത് ത്യാഗരാജസ്വാമി സന്നിധിയിൽ എല്ലാ ഏകാദശി ദിവസവും എല്ലാ ശിഷ്യന്മാരും പാടുക എന്നൊരു പതിവുണ്ടായിരുന്നു. പകുതി സമയം ശിഷ്യന്മാർക്കും പകുതി സമയം പുറത്തു നിന്ന് വന്ന അതിഥികൾക്കും വീതിച്ചു കൊടുത്തിരുന്നു. ഒരു ഏകാദശി ദിവസം കേരളത്തിൽ നിന്നും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ വില്ലേജിൽ രാമനാട്ടുകരയിൽ ജനിച്ച ഒരു മാരാര് അവിടെ എത്തി. പുറകിലിരുന്നു. ശിഷ്യന്മാർ പാടുന്ന സമയത്ത് തമ്പുരു ശ്രുതി ലയിച്ചില്ല എന്ന് പറഞ്ഞു. ഇത് പറയുവാൻ പറ്റിയ പണ്ഡിതൻ ആരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വാമികൾ തിരിഞ്ഞു നോക്കി. നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. ഞാൻ തിരുവിതാംകൂറിൽ നിന്നും വന്ന ഒരു മാരാരാണ്, എനിക്ക് പാട്ട് കുറേശ്ശെ അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമികൾ പറഞ്ഞു, എന്നാൽ ഒന്ന് പാടും. ചന്ദന ചർച്ചിത എന്ന അഷ്ടപതി 6 കാലത്തിൽ പാടി. ഗോവിന്ദമാരാർ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന പേരിൽ പ്രസിദ്ധനായി. ശിഷ്യന്മാരോട് എന്തൊരു മഹാനുഭാവലു എന്ന കൃതി പാടി മാരാരെ ആദരിക്കുവാൻ പറഞ്ഞു എന്നാണ്. ഇതിനു മുമ്പ് ഷഡ്കാല നരശയ എന്ന സംഗീതത്തിന് ഒരു കൃതി 6 കാലത്തിൽ അവിടെ പാടിയപ്പോഴും സ്വാമികൾ അദ്ദേഹത്തെ ഈ കൃതി പാടി ആദരിച്ചിട്ടുണ്ട്. ഗോവിന്ദമാരാർ പാടിയ ആ സമയത്ത് ഈ കൃതി രചിച്ച സ്വാമികൾ പാടിയെന്നും ചില ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. ഏതാണ് ശരിയെന്ന് ഉള്ളതറിയില്ല. സംഗീത പ്രാധാന്യം എന്താണ്, സംഗീതത്തിന്റെ പ്രയോജനം എന്താണ് എന്ന് അറിയുവാൻ വേണ്ടി ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ട് സർവകലാശാലയിൽ ഒരു പരീക്ഷണ പഠനം നടത്തി. പ്രൊഫഷണൽ ഗായക സംഘങ്ങളെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പാടുന്നതിന് മുമ്പും പാടിയതിനു ശേഷവും 1 മണിക്കൂർ കഴിഞ്ഞും നോക്കിയപ്പോൾ പ്രതിരോധ സംവിധാനത്തിലെ പ്രധാനിയായ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എയുടെ അളവ് ഉയർന്നതായും സ്ട്രെസ് കുറയ്ക്കുന്ന ഹൈഡ്രോകോർട്ടിസോൺ ഹോർമോണിന്റെ അളവ് കൂടിയതായും കാണപ്പെട്ടു. സംഗീതം എന്നത് ഒരു ജൈവ പ്രക്രിയയാണ്. പാടുന്ന സമയത്ത് തലച്ചോറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസ തന്മാത്രകളാണ് നമുക്ക് സുഖം തരുന്നത്. ശാരീരികവും മാനസികവുമായ ഊർജ്ജസ്വലതയും ഈ സമയത്ത് ലഭിക്കുന്നു. ഇതുകൂടാതെ തലച്ചോറിലെ രാസ തന്മാത്രകളായ എൻഡോർഫിനുകൾ വേദനയകറ്റാനും സഹായിക്കുന്നു. പാടുമ്പോൾ ശ്വാസകോശത്തിന്റെ കാര്യക്ഷമത കൂടുന്നു, നെഞ്ച് വികസിക്കുന്നു, രക്തസഞ്ചാരം കൂടുന്നു, BP കുറയുന്നു, കോശങ്ങൾക്ക് കൂടുതൽ പ്രാണവായുവും പോഷണവും കിട്ടുന്നു, കോശങ്ങളുടെയും നാഡികളുടെയും പ്രവർത്തനം പൂർവാധികം ഭംഗിയാകുന്നു,
നെഞ്ച്, മുഖം എന്നിവിടങ്ങളിലെ മസിലുകൾക്കും ഡയഫ്രത്തിനും ഉത്തേജനം ലഭിക്കുന്നു. സൈനസുകളും ശ്വാസനാളികളും തുറന്നു കിട്ടുന്നു. സംഘമായി പാടുന്നവരിൽ ആത്മവിശ്വാസവും ആത്മനിയന്ത്രണവും കൂടുന്നതായി വിദേശ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ദീപകം എന്ന രാഗം പാടിയാൽ അഗ്നി താനെ ജ്വലിക്കുന്നു. ഒരാൾ തീപ്പെട്ടി ലൈറ്റർ ഇല്ലാതെ തന്നെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. സംഗീത ശാസ്ത്രത്തിന്റെ പാരമ്പര്യം അതിൽ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. മേഘരഞ്ജിനി രാഗം പാടിക്കഴിഞ്ഞാൽ മഴ പെയ്യുന്നു. കാട്ടിൽ ഇരുന്നു കൊണ്ട് തോടി രാഗം പാടിയപ്പോൾ അവിടെ പരിസരത്തുള്ള മാനുകൾ കൂട്ടമായി വന്നു ചേർന്നു. തോടി രാഗം മാനിന് വരുത്താൻ പറ്റിയ രാഗമാണ്. കുറിഞ്ഞി രാഗം പാടിയാൽ കരയുന്ന കുട്ടി ഉറങ്ങിപ്പോകും. ദേവഗാന്ധാരി പാടിക്കഴിഞ്ഞാൽ തലവേദന മാറുന്നു. ആനന്ദഭൈരവി പാടിയാൽ മനഃശാന്തി കിട്ടുന്നു. യദുകൂല കാമ്പോജി പാടിക്കഴിഞ്ഞാൽ ദേഷ്യം അകന്നു പോകുന്നു. ഓരോ രാഗവും മനസ്സിനെ സ്വാധീനിക്കുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കും. മോഹനം, കല്യാണി, പഹാടി തുടങ്ങിയ രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾക്ക് വിഷാദം, മാനസിക പിരിമുറുക്കം, ടെൻഷൻ, നിരാശ എന്നിവ അകറ്റുവാനുള്ള കഴിവുണ്ട്. ഈ രാഗങ്ങളും മനസ്സിനെ ശാന്തമാക്കുന്നവയാണ്. ദേവലോകത്ത് സംഗീതോത്സവം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദേവലോകത്ത് ഗുരുവായൂരിൽ എല്ലാ വർഷവും സംഗീതോത്സവം നടക്കുന്നുണ്ട്. അതുപോലെ ദേവലോകത്ത് ഇടയ്ക്കിടെ ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ പാർട്ടിസിപ്പൻസ്, ഭാഗഭാക്കുകൾ ആരൊക്കെയാണെന്ന് നോക്കുക. സംഗീത മകരന്തം എന്ന കൃതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സംഗീത മകരന്തം എന്ന കൃതിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ബ്രഹ്മ താളധരഹ, ബ്രഹ്മാവ് താളം പിടിക്കുന്നു. ഹരിശ്ച പടഹി, ഹരിപടഹം, പെരുമ്പറനാഥം കൊട്ടുന്നു. വലിയ ഉത്സവമാണ്. വീണാകര ഭാരതി, സരസ്വതി വീണ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. വംശജ്ഞവും ശശിഭാസ്കരവും, ഓടക്കുഴൽ വിളിക്കുന്നത് ശശിയും ഭാസ്കരനുമാണ്. സൂര്യചന്ദ്രന്മാരെ ഓടക്കുഴൽ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്രുതിധരാഹ സിദ്ധോ അപ്സര കിന്നരാഹ, ശ്രുതി മീട്ടുന്നവര്, തമ്പുരു മീട്ടുന്നവര് സിദ്ധന്മാരും അപ്സരസുകളും കിന്നരന്മാരും, 3 പേരാണ് ശ്രുതി മീട്ടിക്കൊണ്ടേയിരിക്കുന്നത്. എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിൽ. നന്ദി ഭൃംഗീരിടിച്ച മദ്ദളധരവും, മദ്ദളം കൊട്ടുന്നവര് നന്ദിയും ഭൃംഗീരടിയും, ശിവന്റെ പാർഷദന്മാര്, നന്ദി വാഹനം. സംഗീതകവും നാരദ, വായ്പാട്ട്, വോക്കൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാരദ മഹർഷിയാണ്. ഈ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യുന്നു? പരമശിവൻ നൃത്തം ചെയ്യുന്നു. ശംഭോഹോ നൃത്തകരസ്യ മംഗളതനോഹോ നാട്യം സദാ പാതുനഃ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പരമശിവന്റെ നൃത്തം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ബ്രഹ്മാ താളധരോ ഹരിശ്ച പടഹി വീണാകര ഭാരതി വംശജ്ഞോ ശശിഭാസ്കരോ ശ്രുതിധരാഹ സിദ്ധോപ്സര കിന്നരാഹ നന്ദി ഭൃംഗീരിടിശ്ച മദ്ദളധരോ സംഗീതകോ നാരദ ശംഭോർ നൃത്തകരസ്യ മംഗളതനോഹോ നാട്യം സദാ പാതുനഃ. ആ പരമശിവന്റെ നാട്യം ഞങ്ങളെ രക്ഷിക്കട്ടെ. പ്രാണനും ഗാനവും സപ്തസ്വരങ്ങളും നാദോപാസനയും രാഗങ്ങളും എല്ലാം പരമശിവൻ തന്നെയാണ്. സംഗീതത്തിന്റെ പ്രാധാന്യം പരമശിവനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാണമുനീബനി ഗാനമേ നീതനി പ്രാണമേ ഗാനമയീ മൗനവിചക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമനി നാദോപാസന చేసిన వాడను నీ వాడను నేనైతే జిక్కవింద్రసిద హిమకిరింద్రసిద కంధర నీలకంఠర క్షుద్రులరుత నీ രുദ്രവീണയിൽ നിദ്രഗാനം ഇത് അവതരിന്ധര ഗിരിധരിന്ധര ശങ്കര. സംഗീതം നാളെ മുതൽ അഭ്യസിച്ചു തുടങ്ങിക്കോളൂ. സൗന്ദര്യലഹരി വേണമെന്നില്ല. ഇത് രണ്ടും കൂടി ആയിക്കഴിഞ്ഞാൽ മുഴുവനുമായി. ഇതുവരെ ശാസ്ത്രീയ സംഗീതം പഠിക്കാത്ത 95 വയസ്സായ അമ്മൂമ്മമാർക്ക് വരെ പഠിക്കാൻ പറ്റുമെന്നാണ് സംഗീത ശാസ്ത്രത്തിൽ പറയുന്നത്. ഇതിൽ ഏജ് ഓവർ ആകുന്ന വിഷയമില്ല. അടുത്ത ജന്മത്തിലേക്കെങ്കിലും ഈ ജന്മത്തിൽ കുറച്ച് പഠിച്ചു വെക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. जय जय शिवदयिते हरिहर विरिञ्चनुत चरिते कारय मां कृतपुण्यं तव गुणगानरतं महिते
तव गुणगानरतं महिते सहस्रारकमले सततं विहररहसि धन्ये शिवाकार निजमञ्च विलसिते चिदानन्दमुदिते शरण्ये चिदानन्दमुदिते भवानि मयि दासे दृष्टिं वितरते सकरुणां निजसायुज्यपदैकवितरणां निखिलदुःखतरणाम् ऐहिकनिखिलदुःखतरणाम् भवतु मे विलसितं सपर्याविरचनं तव शिवे समकरनिपातहिमकरसमानदृशा स्नपय कृपया मामपि दृशा स्नपय कृपया अनेन धन्यमिमं मन्ये धरणिधर सुकन्ये तव स्तन्यमधुरास्वादनसुख निरस्तान्यविषयं कुरु मां निरस्तान्यविषयम् त्वदीयमपि वचनं गदतो मदीयमिव वचनं स्वकीयसलिलैः सागरतर्पणसमं जननि विदितं सकलं समं जननि विदितम् जय जय शिवदयिते हरिहरविरिञ्चनुतचरिते कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते।